തിളച്ച എണ്ണയിലേക്ക് ബ്രെഡും ചിക്കനും ചേർത്ത് കൊടുത്ത് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ബ്രെഡും 400 ഗ്രാം എല്ലില്ലാത്ത ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് കോരി മാറ്റുന്നുണ്ട്. ഈ ഒരു ബ്രെഡും കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയില, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഒരു സവോളയുടെ പകുതി, 4-5 വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുക. 2-3 ബാച്ചായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പച്ചമുളകും എല്ലാം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളും എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് സമയം കുഴച്ചെടുക്കുക. അതിനുശേഷം കയ്യിലൊരല്പം ഓയിലാക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തി ഇതുപോലെ നഗറ്റ്സിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുക. അങ്ങനെ ഇതെടുക്കുമ്പോൾ നമുക്കിത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് ഇത് ഫ്രീസറിൽ വെച്ച ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി എടുക്കുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. വെറുതെ കഴിക്കാനും കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്